ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. 9-9:30 മണിയാവാനായി. നമുക്ക് എഴുന്നേക്കാം, ഫുഡ് കഴിക്കണം, ഒരു ഹോസ്പിറ്റലിൽ വരെ പോകാനുണ്ട്. നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം. നമുക്ക് എന്താ കഴിക്കാനുള്ളത് നോക്കാം. ചട്ടിയും പപ്പുണ്ട്, ചമ്മന്തി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കഴിക്കാം, കാരണം 11 മണിക്കാണ് ഇത് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. 11 മണി അയ്യോ ടൈമ് 28ാമത്തെ ടോക്കനാണ്. 10 മണിക്ക് അങ്ങനെ ഡോക്ടർ വരും. 10 മണിക്ക് മുന്നേ ഡോക്ടർ വരും എന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ 9:35 പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ടോക്കൺ കഴിഞ്ഞ് പണിയാവും. അത് കുറേ നേരം കാക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ. അപ്പോൾ കഴിക്കാം. ഫുഡ് കഴിച്ചു, നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ റെഡിയായി. എനിക്ക് ട്രാൻസാക്ഷനൊന്നും വലിയ പരിചയമൊന്നുമില്ല, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ റെഡിയാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലേ. നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് റെഡിയായി ഇങ്ങനെ വരും. ടൈമും വേണ്ട, ഒന്നും വേണ്ട. സമയം ലാഭിക്കാം, പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഗേൾസാണല്ലോ പൊതുവേ സമയം എടുക്കാറുള്ളത്. മേക്കപ്പ്, വേറെ സ്കിൻ കെയർ. മേക്കപ്പ് ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല, എങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും സ്കിൻ കെയർ എല്ലാവരും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് ചില ആൾക്കാരുണ്ട് കുറേ ടൈം എടുക്കുന്നത്. എത്ര ഇതാക്കി വന്നാലും ലേറ്റ് ആവുന്ന ചില ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, എല്ലാവരെ കുറിച്ചിട്ടല്ല. അപ്പോൾ എങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗ്യമായിരുന്നു, പെട്ടെന്ന് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാം. അപ്പോൾ സമയം ഏകദേശമായി, ഞാൻ പോവാണ്. ബായ്. നമുക്ക് നോക്കിയിട്ട് ഇതാക്കാം. എനിക്ക് പിന്നെ കുറച്ച് ഇതുണ്ട്, പ്രശ്നമുണ്ട്. പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്നതിലൊക്കെ കുറച്ച് മടിയായ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാത്തത്. ഞാനിങ്ങനെ കോളേജിൽ പോകുമ്പോൾ ആയിക്കോട്ടെ, റോഡിൽ വന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആരുമില്ലാത്ത ടൈം നോക്കിയിട്ടേ വീഡിയോ എടുക്കുള്ളൂ. കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. എനിക്ക് മടിയുണ്ട്. മടിയെന്ന് വെച്ചാൽ അതൊരു ഇൻസെക്യൂരിറ്റി, അങ്ങനത്തെ ഒരു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. ഇപ്പം ഞാൻ ഒറ്റക്കാണല്ലോ, പിന്നെ വേറെ ആളുണ്ടായാലും എനിക്ക് ഇതുപോലെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ബട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല, വീഡിയോയിൽ സംസാരിക്കാൻ അറിയില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എൻ്റെ സംസാരം എനിക്കറിയാം കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ. ബട്ട് നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കും, മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. ഇല്ല, ഇവിടെ നിന്ന് വാചകം അടിക്കാൻ നിന്നാൽ ഞാൻ ലേറ്റ് ആവത്തേ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് പോവാം. മഴ പണി തന്നിട്ട്